ഞാൻ പിണറായിക്ക് സഹായിക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഇത്രയും അപമാനം സഹിച്ചിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ മത്സരിക്കുന്നില്ല. വളരെ കൃത്യമായി എന്നോട് പറഞ്ഞു. അപ്പോഴും UDF വാർത്തകൾ എനിക്കറിയില്ല. ഞാനിത് പറയാൻ വരുമ്പോഴും ഇങ്ങനെ എന്നോട് പല ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പിണറായി അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നതരായ നേതാക്കന്മാരും അത് കഴിഞ്ഞതിന് ശേഷം പലരും എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു രീതിയിൽ അപമാനം സഹിച്ചാലും ഇവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് പിണറായിസത്തെ താഴെ ഇറക്കാൻ കഴിയുമോ എന്ന ആലോചനയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇന്നുണ്ടായ സംഭവം എന്താ? ഇന്നലെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇവിടെ വന്നു. വലിയ വിഷയമാണല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്തേ രാഹുൽ മാങ്കൂട്ടം എൻ്റെ അടുത്ത് വരാനുണ്ടായ കാരണം? രാഹുൽ മാങ്കൂട്ടം പിണറായിസത്തിൻ്റെ ഏറ്റവും വലിയ ഇരയാണ്. ഈ കേരളത്തിൽ പിണറായിസത്തിനെതിരെ UDF-ൽ അതിശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന UDF-ന്റെ ഉന്നതനായ യൂത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു സംസാരിച്ചു. എന്താണ് പിണറായിസ അവസാനിപ്പിക്കാൻ? ഒരു മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, മറ്റന്നാൾ വരെ ഉണ്ടല്ലോ നോമിനേഷൻ കൊടുക്കാൻ, എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെൻ്റ് ഉണ്ടാകും. നമ്മളൊക്കെ ഇതിൻ്റെ ഇരകളാണ്. കേരളത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ ഇരയാണ്. മലയോര മേഖലയിലെ ഇരകളാണ്. അവർക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ശബ്ദിക്കുന്നത്. ഈ ഗവൺമെൻറ്റിനെ പിണറായിസത്തെ നമുക്ക് താഴെ ഇറക്കണമല്ലോ. വളരെ സൗഹൃദപരമായി സംസാരിച്ച് പോവുക. അദ്ദേഹത്തിന് എന്നോട് വേറൊരു ബന്ധമുണ്ട്. അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാണ്. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അൻവറിനോടൊന്നും പറയാൻ പറ്റില്ല എന്നാണല്ലോ പറയുന്നത്. 4 ദിവസം മുമ്പ് K. സുധാകരൻ മഞ്ചേരിയിൽ വന്ന് എന്നെ കണ്ടു. ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? K. സുധാകരനല്ലേ നിങ്ങളോട് വെളിപ്പെടുത്തിയത്? ഞാൻ ഒരാളോടും അത്തരത്തിലുള്ള ഒരു സ്വകാര്യ സംഭാഷണവും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ എന്നെ എന്താ പറയുക, ചവിട്ടി താഴ്ത്തുന്ന എന്താ? സുജിത് ദാസ് എന്ന് പറയുന്ന മലപ്പുറം SP 5 ദിവസം നിരന്തരമായി എന്നെ വിളിച്ച ഫോൺ കോൾ ഞാൻ പുറത്തു വിട്ടു. എൻ്റെ വീട്ടിലെ കാര്യത്തിനാണോ? ഞാൻ പോലീസിനെതിരെ ഉയർത്തിയ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ആ ഫോൺ കോൾ പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ വിശ്വസിക്കുമായിരുന്നോ? ജനങ്ങൾ ആ വിഷയത്തിൽ ഞാൻ പറയുന്നതിൽ സത്യസന്ധതയുണ്ട് എന്ന് ജനങ്ങൾ ഉറപ്പുവരുത്തിയത് ആ ഫോൺ കോള് പുറത്തു വിട്ടപ്പോഴാണ്. അത് ഈ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. PV അൻവർ LDF-ൽ ഇരിക്കുമ്പോൾ ഈ പറയപ്പെട്ട പലരോടും പലതും സംസാരിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പുറത്തു വിട്ടോ? പിണറായിസത്തിനെതിരെ പോലീസിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ CPM-ലെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കളും ആ പോരാട്ടത്തോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരാളെ പേര് ഞാൻ പറഞ്ഞോ? അത് പറയാൻ പാടില്ല എന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇടപാടുകൾ, നിങ്ങൾ തമ്മിലുണ്ടാകുന്ന വ്യക്തിബന്ധങ്ങൾ, നിങ്ങൾ പിരിയേണ്ടി വന്നാൽ ഒരു കാരണവശാലും നിങ്ങളത് പുറത്തു പറയരുത്. അങ്ങനെ പറയുന്നവൻ മുനാഫിക്കാണ്, വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മതം പഠിച്ചവനാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാത്തത്. ഞാൻ സുജിത് ദാസിൻ്റെ ആ കാര്യം പുറത്തു വിട്ടത് ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ ഈ സമൂഹം അത് വിശ്വാസം അർപ്പിച്ചത്. അപ്പോൾ ആ പീഡനം അനുഭവിച്ച വ്യക്തി ആണ് ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. ഇന്നിപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ വാതിൽ അടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ പറയുന്ന UDF-ന്റെ കൺവീനർ അടൂർ പ്രകാശും KPCC പ്രസിഡന്റ് സണ്ണി വക്കീലും ഇന്നലെ എന്നോട് പറയുമ്പോൾ, നിങ്ങൾ ആലോചിക്ക് അൻവർ, ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞവരാണ്. UDF ലീഡർഷിപ്പിൻ്റെ സകല ആളുകളും ഇന്നലെയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആര്? VD സതീശൻ. നിങ്ങൾ കേട്ടല്ലോ, വാതിലടച്ചു UDF-ന്റെ. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണല്ലോ പറഞ്ഞത് വാതിലടച്ചു. ഇനി അങ്ങോട്ടാ പോകേണ്ടത്? ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം? ഇതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാവും. നിങ്ങളെ ചോദ്യങ്ങൾക്ക് PV അൻവറിൻ്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല.
അങ്ങനെ ഒരു വാതിലുണ്ടോ? ഏതെങ്കിലും വാതിൽ ഒന്നുമില്ല അടച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുറന്നിട്ടുണ്ടാവും. പി വി അൻവറിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നിട്ടില്ല. ഇപ്പൊ അദ്ദേഹം ലോക്കിട്ട് പൂട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യണം? ഈ പിണറായിസത്തെ അവസാനിപ്പിക്കാൻ ഈ ഷൗക്കത്തിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റില്ല എന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് അദ്ദേഹത്തോട് ഒരു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. എന്തേ 2016 12,000 വോട്ടിന് എന്നോട് അദ്ദേഹം തോറ്റത്? എന്തേ 2021 എന്റെ ഭൂരിപക്ഷം 2000 ആയത്? അദ്ദേഹത്തോട് ആ നാട്ടിലുള്ള പൊതുജനങ്ങളുടെ വികാരമാണത്. ആ വികാരം അവിടെ ശമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ 9 കൊല്ലം കൊണ്ട് ആ വികാരം അവിടെ വർദ്ധിക്കുക ചെയ്തത്. എന്താ കാരണം അറിയാം നിങ്ങൾ? എന്നെ സഹായിച്ച UDF അനുഭാവികളായ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഏതെല്ലാം നിരക്ക് അവരെ ആക്രമിക്കാൻ കഴിയുമോ ആ അക്രമം അവിടെ തുടരുക, ഇൻക്ലൂഡിങ് വ്യാപാരി വ്യവസായി. എന്തേ വ്യാപാരി വ്യവസായി അവിടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്ന് പറഞ്ഞ് ചർച്ച നടക്കുന്നത്? കൊല്ലം കൊല്ലം ഇദ്ദേഹം ഒരു നിലമ്പൂർ പാട്ട് നടത്തും. അവിടെ കൊള്ളപ്പിരിവ, കോളറിന് പിടിച്ച് കാശ് വാങ്ങല. 2016 ഞാൻ വരുന്നവരെ അവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ജോളിയായി ജീവിക്കാനുള്ള പണം നിലമ്പൂരിലെ വ്യാപാരികളുടെ കോളർ പിടിച്ച് വാങ്ങിയിരുന്നു. അപ്പോ ഈ ഒരു അവസ്ഥ അവിടെ തുടരുന്നത് കൊണ്ടാണ് വ്യാപാരികൾ സ്ഥാനാർത്ഥി അടക്കം നിർത്താൻ ആലോചിക്കുന്നത്. അവർ ഭയപ്പെടുകയാണ്. ഇനിയും ആ അരാജകത്വത്തിലേക്ക് നിലമ്പൂർ പോകും. സ്വകാര്യമായി പറയുന്നു, ഞങ്ങൾക്ക് സാധിക്കൂല. വ്യാപാരി വ്യവസായി സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ നാട്ടിലും എൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. ആ കുടുംബത്തിലേക്ക് എത്ര വോട്ടുണ്ടാകും എന്നുള്ളത്. ഒന്ന്, പത്രക്കാർ നോട്ട് ചെയ്ത ജനങ്ങൾ കേൾക്കണം. രണ്ടാമത്, ഇദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം അദ്ദേഹം പേരെടുത്തതും പ്രശസ്തി എടുത്തതും കഥ എഴുതിയതും ഈ ഒരു സമുദായത്തിന് വേണ്ടിയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി ആ ഹിന്ദു സമുദായത്തിനെതിരെ സംസാരിച്ചാൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. സ്വന്തം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അവന് ഭ്രാന്താണ് എന്ന് പറഞ്ഞു തള്ളും. ഒരു ക്രൈസ്തവൻ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ അവനോട് ആ മതക്കാർക്കുണ്ടാകുന്ന വിരോധം താങ്ങാൻ കഴിയാത്തതാണ്. ഒരു മുസൽമാൻ ഒരു മുസ്ലിം സമുദായത്തിനെതിരെ സംസാരിച്ചാൽ അതാരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. ഒരു മതസ്ഥൻ മറ്റൊരു മതത്തെ പറയുമ്പം അവൻ വർഗീയവാദിയാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളും. പക്ഷേ ഒരു വിശ്വാസ സംഹിതയെ അതിനകത്ത് നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ഒരാളും അംഗീകരിച്ചു കൊടുക്കില്ല. അതാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ വിഷയം. ഒറ്റ കാര്യം കൂടി അതിന് ഉദാഹരണമായി ഞാൻ സൂചിപ്പിക്കാം. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സഖാവ് PK സൈനബ. മഞ്ചേരിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിർത്തി. സാധാരണ ലീഗിന് LDF-ന് 3 തൊട്ട് 3.25 ലക്ഷം വരെ വോട്ടുണ്ടാകും ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ. എന്താ സംഭവിച്ചത്? അവര് പ്രത്യക്ഷത്തിൽ അവിടെ വേഷവിധാനങ്ങൾ പോലും ഇസ്ലാമിനെതിരാ. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ആ മതനിഷേധിക്കെതിരെ വോട്ട് ചെയ്തു. അത് ചരിത്രമാണ്. ആ ചരിത്രം ഇവിടെ ആവർത്തിക്കപ്പെടും. ഇത് തന്നെയാണ് സ്വരാജിന് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നിലമ്പൂരിൽ ശബരിമല ഇഷ്യൂ നിങ്ങൾക്കറിയാം. ശബരിമല ഇഷ്യൂവിൽ പിണറായിസത്തിന്റെ ഭാഗമായി നിന്ന് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായിസം കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ്. ഹൈന്ദവ സമൂഹം, ഒരു ഹൈന്ദവനാണ് സ്വരാജ്. അത് താങ്ങൂല. കാണാൻ പോവുകയാണ് നമ്മള്. അപ്പൊ രണ്ടാമത്തെ പ്രശ്നം, മൂന്നാമത്തെ വിഷയം, ഇദ്ദേഹം ആളാകാൻ വേണ്ടി, ഇപ്പൊ ഞാൻ ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞല്ലോ, UDF അധികാരത്തിലിരിക്കുമ്പം, സ്വന്തം പിതാവ് മന്ത്രിയായിരിക്കുമ്പം ഈ UDF നേതൃത്വത്തിനെതിരെ എത്ര തവണ മലപ്പുറത്ത് ഇദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 5-8 കൊല്ലമായി മലപ്പുറം ജില്ലയിലെ ലീഗ് കോൺഗ്രസ് ബന്ധത്തില് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് മാറ്റി നിർത്തപ്പെട്ടതോടുകൂടെ
മലപ്പുറം ജില്ലയിലെ UDF ഒറ്റക്കെട്ടായി പോവുകയാണ്. അതിലേക്കാണ് ഇനി വരാൻ പോകുന്നത്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സംസാരിച്ചത് കേരളത്തിലെ അതിതീവ്ര RSSകാര്, പാണക്കാട് തങ്ങന്മാര് വർഗീയവാദികളും മന്ത്രിച്യൂതി ആളെ പറ്റിക്കുന്നവരാണെന്ന് പറയോ? മറ്റേ ടീച്ചർ ഉണ്ടല്ലോ, അവര് പറയോ? അത് പറയാൻ ധൈര്യം കാണിച്ചവൻ ആര്യാട് ഷൗക്കത്താ. എന്തിനാ? മറ്റുള്ളവരുടെ ഫാസിസ്റ്റുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ശിഹാബ് തങ്ങള് മന്ത്രിച്യൂതി കൊടുത്ത് പണം തട്ടുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് എന്താ പോലീസ് പോയിട്ട് ചെറുകിടക്കാരെയാണല്ലോ പിടിക്കണത്? എന്താ വലിയോലെ പിടിക്കാത്തത്? എന്താ പാണക്കാട് പോകാത്തതെന്ന്? ഈ മന്ത്രിയുടെ വീട്ടിലിരുന്ന്, UDFന്റെ മന്ത്രിയുടെ വീട്ടില്, സ്വന്തം പിതാവിന്റെ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമില്ല. ഔട്ട്സ്പോക്കൺ അല്ല. അത് ആ സമുദായം, ആ പാർട്ടി മറക്കുവോ? ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കല്ലേ നിലമ്പൂരിൽ മുഴുവൻ. PV Anwar ആണോ? നിലമ്പൂർക്ക് പോയിട്ടില്ല ഞാൻ ഇതുവരെ. പിന്നെന്താ? മൂപ്പർക്ക് ദേശീയ അവാർഡ് കിട്ടി. പാഠമൊന്ന് വിലാപം, ഒരു സിനിമ. ഇവിടെ ദേശീയ അവാർഡുകൾ മുഴുവൻ കിട്ടാറ് എവിടെയാണ്? ഈ ന്യൂനപക്ഷ സമുദായത്തെ ഏറ്റവും മോശവൽക്കരിച്ച് എഴുതുന്ന കഥകൾക്കും തിരക്കഥകൾക്കും ഉണ്ടാകുന്ന സിനിമ. എന്താ പ്രമേയം? മുസ്ലിം സമുദായത്തിലെ ശൈശവ വിവാഹം. ഒന്ന്. എന്താ രണ്ടാമത്തെ പ്രമേയം? നിങ്ങൾക്കറിയാം, ഈ മലയോര മേഖലയിലെ ആളുകൾ, അത് ക്രൈസ്തവനായാലും ഹിന്ദു ആയാലും മുസൽമാനായാലും വളരെ പാവപ്പെട്ടവരാ. മുസ്ലിം കുടുംബങ്ങളിൽ കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടാവും. 3, 4, 5 പെൺമക്കൾ ഉണ്ടാവും. ചില വീടുകളിൽ ആൺമക്കളെ ഉണ്ടാവില്ല. 5 പൈസ അവരുടെ കയ്യിലില്ല. 30, 35, 40 വയസ്സായ മക്കൾ കൺമുമ്പിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുകയാണ്. ഒരു നിവൃത്തിയില്ലെങ്കിൽ റബ്ബെ ആരെങ്കിലും ഒന്ന് വന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് കൈ പിടിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കും. അത്തരം ആളുകൾ വരുമ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് കൈപിടിച്ചു കൊടുക്കും. നിക്കാഹ് ചെയ്തവർ കൊണ്ടുപോകും. ചിലരൊക്കെ നന്നായി ജീവിക്കും, ചിലത് പ്രശ്നമാകും. അതാണ് പ്രമേയം. ഈ പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയില്ലേ? ഈ നാട് മുഴുവൻ കൊണ്ടു നടന്ന് ആഘോഷിച്ചില്ലേ? ഒരു സമുദായത്തെ ആ സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അപ്പൊ വിഷയം എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പ്രധാന വിഷയം അതാണ്. മറ്റു കാര്യങ്ങൾ നിങ്ങളവിടെ അന്വേഷിക്കണം. അവിടുത്തെ റിയലിസ്റ്റികമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലമാന ആളുകളും അദ്ദേഹത്തിനെതിരാ. കാരണം എന്താ? റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അപ്പ പുള്ളി ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലും. അനീതിയുടെ ഒപ്പം നിൽക്കുന്നവർ ആ ഒരു വിഭാഗത്തെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നു. ഞാൻ പറയുന്നതല്ല, അവിടെയുള്ള ജനങ്ങൾ പറയുന്ന. അതിൽപ്പെട്ടവർ പലരും ഈ കൂട്ടത്തിലുണ്ട്, ഈ നിൽക്കുന്ന കൂട്ടത്തിലുണ്ട്. അങ്ങനെ പൊതുസമൂഹത്വം പരിപൂർണമായും തള്ളിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാ. അദ്ദേഹത്തെ കൂട്ടി നിർത്തി തെരഞ്ഞെടുപ്പ് മത്സരിച്ച്, നിങ്ങളൊന്ന് ആലോചിക്കും, ഞാൻ എന്താ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞത്? ഞാൻ മൗനമായ പിന്തുണ കൊടുക്കാം. ഞാൻ രംഗത്ത് കൂടി വന്ന് മത്സരിച്ച്, ജനങ്ങൾ കേൾക്കേണ്ട അടുത്ത പോയിന്റാണ്. ഇപ്പോ നിങ്ങൾ ആർക്ക് വേണ്ടിയാ മത്സരിക്കുന്നത്? നിങ്ങൾ പിണറായി സത്തിനെതിരാണോ എന്ന് പത്രലേഖകളും ബാക്കിയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ രാത്രി നടക്കുന്ന ഡിബേറ്റുകളിൽ അത് ചർച്ച നടക്കുന്നുണ്ട്. പത്രക്കാർക്കും കൂടിയുള്ള ഉത്തരാണ്. ഇപ്പൊ ഞാൻ പിന്തുണക്കുക, TMC AITC അവരെ പിന്തുണക്കുന്നു. UDF ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു. ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ഷൗക്കത്ത് പരാജയപ്പെട്ടാൽ എന്തായി? പിണറായി ഉണ്ടോ ഈ നാട്ടിൽ? പിന്നെ PV Anwar കഴിഞ്ഞ 9 മാസമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യവും പിണറായിസവും മരുമോനിസവും പിന്നെ കേരളത്തിന്റെ മണ്ണിൽ മൂടപ്പെട്ടില്ലേ? PV Anwar ഉയർത്തിയ മുദ്രാവാക്യത്തിന് എന്തടിസ്ഥാനം? ഈ ഗവൺമെന്റിനെതിരെ എന്ത് ജനവികാരം? തീർന്നില്ലേ രാഷ്ട്രീയം? 2026 തെരഞ്ഞെടുപ്പിൽ ഒരു മുടക്കുമില്ലാതെ ഈ ഗവൺമെന്റ് തിരിച്ചു വരൂലേ? അതിന് ഞാൻ കൂട്ടുനിൽക്കണോ? അതല്ല, ഞങ്ങൾ മാറി നിന്നുകൊണ്ട് ഈ പിണറായിസത്തിനെതിരെ ആ മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു പോരാട്ടം നടത്തി ഒരു 10-25,000 വോട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് കിട്ടിയാൽ ഞാൻ ജയിക്കാൻ പോവാ. ഞാൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കിടക്കുക. അപ്പൊ 25,000 വോട്ട് എനിക്ക് കിട്ടിയാൽ
എവിടെയാ പിണറായിസം? ചങ്കൂറ്റത്തോടെ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ പറ്റുക. 25,000 വോട്ട് ഞാൻ പറഞ്ഞ പിണറായിസത്തിനെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചത് കണ്ടോ? ഈ വോട്ടും UDF വോട്ടും കൂട്ടിയ വോട്ട്, അതാണ് പിണറായിസത്തിനെതിരെയുള്ള വോട്ട്. അവിടെ ഈ പിണറായിസത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വലിയ ഒരു ബാരിക്കേഡ് നിൽക്കുക. ആ ബാരിക്കേഡിനെ മറികടക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അതിന് നിൽക്കണോ? അതല്ല, എന്റെ വാതിൽ കൂടി അടച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ ചെയ്യണ്ട്? ആരാ ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിച്ചു. ഇനി അദ്ദേഹത്തെ കുറിച്ച് എന്താണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുടെ ഇടയിലെ അഭിപ്രായം? എന്താ ചർച്ച? ചർച്ച ഒന്നേ ഉള്ളൂ. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്താൽ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയായിരിക്കും കോൺഗ്രസിനെ എന്ന് പറഞ്ഞ VD സതീശനായി UDF നയിക്കുന്നത് അല്ലേ? എപ്പോഴാ പറഞ്ഞത്? അൻവർ വഴിയരി കൂടെ നടന്നു പോകുന്ന UDF ഭാഗമല്ലാത്തൊരു മനുഷ്യർക്ക് വേണ്ടാത്തൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അപകടം പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ. UDF അകത്ത് MLA ആയി നിന്ന് UDF ഭാഗമായി നിൽക്കുന്ന VD സതീശൻ പറഞ്ഞതിന്റെ വീഡിയോ നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. ആ ലീഗുകാര് ഈ നേതൃത്വം അംഗീകരിക്കുമോ? ചർച്ചയല്ലേ അവിടെ? മൂന്നാമത്തെ കേസ്, ഇവിടെ ഏറ്റവും പ്രമാദമായ സരിത കേസ്. ആ സരിത കേസ് ഉണ്ടാകുമ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന് അദ്ദേഹം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? അദ്ദേഹം നേരിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇല്ല എന്ന് വിശ്വസിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇൻവോൾവ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. ആരാ പറഞ്ഞത്? ഈ VD സതീശനല്ലേ? ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആര്യാടനും ഉമ്മൻചാണ്ടിയും ജ്യേഷ്ഠാനിയന്മാരെ പോലെ ജീവിച്ചവരാ. ആ ഉമ്മൻചാണ്ടി സാറിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ UDF ഭാഗമായി ആ ഗവൺമെന്റിൽ നിൽക്കുന്ന VD സതീശൻ അന്ന് പറഞ്ഞ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനുമായി നിൽക്കുന്നവൻ രണ്ടും ഒന്നാണ്. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ടാണ് 2026 തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയപ്പെടുന്ന UDF നേതൃത്വം ഇവരെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ നേതൃത്വമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരു കാരണവശാലും UDF ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. കാരണം ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും എല്ലാവരും തീരണം എന്ന് പറയുമ്പോഴും, പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ഇന്നലെ വന്ന് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോഴും, ഞാൻ രാഹുലിനോട് പറഞ്ഞു ഞാൻ മത്സരത്തിനുണ്ടാവില്ല, ജനങ്ങൾ തീരുമാനിച്ചോട്ടെ, നിങ്ങളങ്ങനെ ഒറ്റപ്പെടേണ്ടവനല്ല, ഞാനിതിന് തീരുമാനമുണ്ടാക്കാൻ ലീഡർഷിപ്പുമായി ആലോചിക്കട്ടെ എന്ന് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിന്റെ പേരിൽ പറഞ്ഞിട്ട് പോയ ആ വ്യക്തിയെ മൂലക്കലാക്കിയിട്ട് ഇപ്പൊ പറയാണ് ഇനി വാതിൽ തുറക്കൂല, അടച്ചു. നിങ്ങൾക്കറിയോ, ഈ വാതിൽ അടച്ചിട്ട് 1 മാസമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വാതിൽ അടച്ചിട്ടുണ്ട്. ഈ കാര്യം കൂടി പ്രിയപ്പെട്ട UDF പ്രവർത്തകരും വോട്ടർമാരും നേതാക്കന്മാരും നിങ്ങൾ കേട്ടോ. ഞാൻ ഇദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് മുഖം തരാതെ പോകുന്നത് എന്താണ് എന്ന് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ ആലോചിക്കുകയാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എല്ലാം ഹൃദയം തൊട്ട് തീർന്നാണ്. അപ്പോഴാണ് 2-3 ദിവസമായിട്ടുള്ള എന്താ പറയുക, എന്തോ സംതിങ് ബിഹൈൻഡ് ദിസ് എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. ആ ഫീലിംഗ്, ആ ചർച്ച എത്തിയിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, ജനങ്ങൾ, മലയോര കർഷകർ കൃത്യമായി കേട്ടോ. നിങ്ങൾ ആ ലോജിക്ക് ഞാൻ പറയുന്നത് ആലോചിച്ചോ. ഒരൊറ്റ ആളാണ്, സാക്ഷാൽ പിണറായി വിജയൻ. ഒറ്റക്കാരിയുള്ളൂ, അൻവറിനെ അടുപ്പിക്കരുത്, അൻവറിനെ അടുപ്പിക്കരുത്. ഇടനിലക്കാരാ സംസാരക്കാര്. അടുപ്പിച്ചാൽ എന്താ, അടുപ്പിച്ചാൽ കുഴപ്പം ഒന്ന് നോക്കണല്ലോ. ഒന്ന്,
അദ്ദേഹത്തിന് വായ തുറക്കാൻ പറ്റുന്നില്ല പലരും. ഈ അജിത് കുമാറിനെതിരെ ഈ പോരാട്ടം നടത്തിയിട്ട് UDF നേതൃത്വം ആ സമരം ഏറ്റെടുത്തോ? ഈ പോലീസിനെതിരെ നടത്തിയ ഏതെങ്കിലും സമരം ഏറ്റെടുത്തോ? ഇപ്പൊ എന്താ പറയുന്നത്? LDF നേതാക്കന്മാർ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളൊന്നും കഴമ്പില്ലാതെ തെളിയിക്കപ്പെടാതെ പോയി. എങ്ങനെ തെളിയിക്കുക? അന്വേഷിക്കുന്നത് ആരാ? പിണറായിന്റെ പോലീസ്. അതിനൊപ്പം നിൽക്കുന്ന പിണറായിന്റെ മറ്റു പോലീസിലെ വിഭാഗങ്ങൾ, വിജിലൻസ്, ക്രൈംബ്രാഞ്ച്, ഇവരല്ലേ അന്വേഷിക്കുന്നത്. ആ അന്വേഷണം തെളിയിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കോടതിയിൽ പോകാൻ നിൽക്കുകയാണ്, ആ സ്റ്റേജിലാണ് ഇപ്പം അതുള്ളത്. തെളിയിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന അജിത് കുമാറിനെ DGP ആയി പ്രൊമോട്ട് ചെയ്യാൻ കേരളത്തിൽ നിന്ന് അയച്ച ലിസ്റ്റിൽ ഈ അജിത് കുമാറിന്റെ പേര്, ഞാൻ വിചാരിച്ചു അദ്ദേഹം ഈ വാർത്ത കാണാതെ പോയതായിരിക്കും. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ശക്തമായി എതിർക്കണം. ഇതൊരു പൊതുവികാരമാണ്. കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന അജിത് കുമാറിന്റെ ഈ വിഷയത്തിലാണ്. പക്ക നമ്പർ 1 ഫ്രോഡ് RSS. നിങ്ങൾ പ്രതികരിക്കണം പ്രതിപക്ഷ നേതാവേ. ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഒരു സമരങ്ങൾ കണ്ടോ? മിണ്ടിയില്ലല്ലോ. അവരുണ്ട് ഇതിന്റെ പിന്നിൽ. എന്റെ പിന്നിൽ ആ IAS IPS ലോബി ഉണ്ട് സതീശന്റെ കൂടെ. മിണ്ടിയില്ല. 3 ദിവസം കഴിഞ്ഞ് ഈ തോന്നിവാസം മുഴുവൻ ഇവിടെ നടത്തി 40,000-40,000 കേസുകൾ ഓരോ വർഷവും മലപ്പുറം ജില്ലയിലെ മനുഷ്യരുടെ പേരിൽ കള്ളക്കേസെടുത്ത് BJPയെ സന്തോഷിപ്പിച്ച ഇതേ സുജിത് ദാസ്, ഈ കള്ളക്കടത്തിനും കൊലപാതകത്തിനും ബാക്കി നിന്ന സുജിത് ദാസ്, മരം മുറിച്ച സുജിത് ദാസ്, എല്ലാ അന്വേഷണവും തള്ളി അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് വീണ്ടും അതിന്റെ 3-ാമത്തെ ദിവസം വിളിച്ചിരുത്തി. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മിണ്ടിയോ? മിണ്ടൂല. അപ്പം ഇതൊരു നെക്സസിന്റെ ഭാഗമാണ്. ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പ്രിയപ്പെട്ട വോട്ടർമാർ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും PV അൻവർ ഈ പറയുന്ന UDFന്റെ വാതിലടക്കാൻ കിട്ടിയ ചാൻസിൽ തുറക്കാത്തെയും അടക്കാത്തെയും വാതിൽ പൂട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഞാൻ സ്വയം കൊലക്ക് നിന്ന് കൊടുക്കണോ? ഒരു ഭാഗത്ത് പിണറായി, ഒരു ഭാഗത്ത് RSS, ഇതുവരെ 2 മൂന്നാമത് VD സതീശൻ. ഈ 3 കത്രിക പൂട്ടിന്റെ അകത്ത് കഴുത്ത് വെച്ച് കൊടുക്കണോ? പിണറായിസത്തെ അവിടെ വിജയിപ്പിക്കണോ? അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ. അത് നിലമ്പൂരിലെ ജനങ്ങൾ തീരുമാനിക്കും. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സ്വരാജ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പോത്തുകല്ലിലെ പ്രളയം നടന്ന 2019 സ്വരാജിനെ അവിടെ കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ സ്വരാജിന്റെ ഞാനും ഒരു കൊട ചൂടി പോകുന്ന ഒരു ഫോട്ടോ വിട്ടിട്ട് വലിയ ചർച്ചയാണ്. എന്താ അടിസ്ഥാനം? സ്വരാജ് ആ പഞ്ചായത്തുകാരനാണ്. അവിടെ നടന്ന ഇടപാടുകളിൽ, നടത്തിയ പ്രവർത്തനങ്ങളിൽ 1 മാസത്തോളം കല്ലിമുണ്ടും കൊടുത്ത് തലയിൽ ഒരു തോർത്തുമുണ്ടും കെട്ടി ആ ജനങ്ങളോടൊപ്പം നിന്നോനെ ഞാൻ. അങ്ങനെ ഒരു ഒറ്റ ഫോട്ടോകളൊന്ന് അദ്ദേഹം സാധാരണ ഉണ്ടാകുന്ന ഏതപ്പോ ഞാനിരിക്കുന്ന നല്ല വെടിപ്പാക്കിയ ഡ്രസ്സിൽ ഇത് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഒന്ന് ചില സ്ഥലങ്ങളിൽ പോയി ഒന്ന് ഫോട്ടോ എടുത്ത് വിട്ടു. അതാണോ ഇടപെടൽ? അങ്ങനെയാണോ ആ പറഞ്ഞ വിഷയത്തെ കാണേണ്ടത്? അപ്പോ ഒരു വാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാശ്മീരിന്റെ കാര്യത്തിൽ ഭീകരാക്രമണം ഈ നാട്ടിൽ നടന്നപ്പോ എന്ത് സ്റ്റേറ്റ്മെന്റാ കൊടുത്തത്? സിന്ദൂർ ഓപ്പറേഷനെതിരെ പറഞ്ഞവരല്ലേ. എന്താണ്? ഒരു മുടക്കില്ല. അവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ആക്രമിക്കപ്പെടുകയാണെന്നുള്ള കള്ള നരേഷൻ ഉണ്ടാക്കുക. ഈ രാജ്യത്തെ ഭീകര വർഗീയവാദികൾ ഒരു രാജ്യത്ത് കടന്ന് ആക്രമിച്ചിട്ട് അതിനെ തിരിച്ചടിക്കാൻ ഈ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തിന് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും പിന്തുണ കൊടുത്തപ്പോ സ്വരാജും പിണറായിയും അവിടെ എന്തെങ്കിലും മുസ്ലിങ്ങളുടെ പേര് പറഞ്ഞ് മുസ്ലിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. അതാണോ ഒരു രീതി? നീ അത് പോട്ടെ, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലാണല്ലോ മലപ്പുറം. ഞാൻ ഈ പറയപ്പെട്ട ന്യൂനപക്ഷ ആക്രമണങ്ങൾക്ക് എതിരായി പോലീസിനെതിരെ എവിടെയെങ്കിലും ഒന്ന് ശബ്ദം ഉയർത്തിയ? എവിടെയെങ്കിലും? ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിൽ എന്താ വ്യത്യാസം? സ്വരാജ് മുന്നണി പോരാളി പിണറായിക്ക് വേണ്ടിയിട്ട്,
ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത് പിന്നണി പോരാളി ഒരു സ്റ്റേറ്റ്മെന്റ് പിണറായി സത്തിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് തൊള്ള തുറന്ന് പറഞ്ഞത് നിലമ്പൂരിലെ വോട്ടർമാർക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പിണറായി സത്തിനെതിരെയുള്ള സ്ഥാനാർത്ഥിയാണല്ലോ. ഒരു സ്ഥാനാർത്ഥി പിണറായി സത്തിന്റെ വാഴ്ത്തുപാട്ടുകാരൻ, രണ്ടാമത്തെ സ്ഥാനാർത്ഥി പിന്നണി പ്രവർത്തകൻ പിണറായി സത്തിന്റെ. അവരുമായിട്ടുള്ള യോജിച്ച പോക്ക് എത്ര കാലായി? ഈ മനുഷ്യരെ മുഴുവൻ, ഈ തൊഴിലാളികളെ മുഴുവൻ ഇവിടെ പിഴിയുമ്പോ, ഈ മണൽ തൊഴിലാളികളെ മോട്ടോർ സൈക്കിളിൽ 3 ആള് പോകുമ്പോ പിഴയിടുമ്പോ ഈ പോലീസിന്റെ അതിക്രമത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് കാണിച്ചു തരാൻ പറ്റുമോ? വി ഡി സതീശന് ഈ പറയുന്ന ഷൗക്കത്തിൽ നിന്ന് നിങ്ങൾ ആരെയാ നിർത്തിയത്? എവിടെയാണ് പിണറായി സത്തെ ആര്യാടൻ ഷൗക്കത്ത് എതിർത്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരു മേഖലയിൽ കാണാൻ പറ്റുമോ? ഇപ്പൊ ഇതാ വിസ്ഡം സ്റ്റുഡൻസ് ഫെഡറേഷന്റെ മീറ്റിംഗ് കഴിഞ്ഞ 13-ാം തീയതിയോ 15-ാം തീയതിയോ പെരിന്തൽമണ്ണയിൽ നടത്തിയപ്പോ പോലീസിലെ RSS പോയി നടത്തിയ ആക്രോശം കേരളത്തിലെ ജനങ്ങൾ കണ്ടതാ. എല്ലാവരും പ്രതികരിച്ചു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണ് അതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിഷ്പക്ഷമായ നിലപാടാണ്, അദ്ദേഹത്തിന്റെ മതേതര നിലപാടാണ് അദ്ദേഹത്തെ ഈ പറയുന്ന പാലക്കാടൊക്കെ 17,000-ലേക്ക് എത്തിയത്. ഈ വി ഡി സതീശന്റെ മൂക്കിന്റെ ചോട്ടിലല്ലേ, സോറി, ഈ പറയുന്ന ആര്യാടന്റെ മൂക്കിന്റെ ചോട്ടിലല്ലേ ആര്യാടൻ ഷൗക്കത്ത് ഒന്ന് പ്രതികരിച്ചോ? സൂട്ടറെ ഒരു വട്ടം പ്രതികരിച്ചോ? പ്രതികരിക്കൂല. വെള്ളാപ്പള്ളി നടേശൻ സാറ് നിലമ്പൂരിൽ വന്നിട്ടാ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ശ്വാസം മുട്ടാണ്. SNDPയുടെ ബഹുമാന്യ ജനറൽ സെക്രട്ടറി ഈ മലപ്പുറം ജില്ലയിലെ ഹൈന്ദവരായിട്ടുള്ള സകലമാന ആളുകളും അതിനെ എതിർത്തു. ഞങ്ങൾ നല്ല ശുദ്ധവായു ശ്വസിച്ച് ഞങ്ങളുടെ അയൽവാസികൾ മുസൽമാനാണ് എന്ന് മനസ്സിലാക്കി സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുകയാണ് എന്ന് അദ്ദേഹം ഉയർത്തിയ ആ വാദത്തെ ഗണ്ണിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സമുദായമാണ്. എന്തേ ആര്യാടൻ ഷൗക്കത്ത് ആ നിലമ്പൂരിൽ അവന്റെ വീട്ടിന്റെ മുന്നിലൂടെയാണല്ലോ അദ്ദേഹം പോയതും വന്നതും? മിണ്ടിയോ? എവിടെയാണ് നിലപാട്? എന്തിനോടാണ് നിലപാട്? നിലമ്പൂരിലെ ജനങ്ങളോട് ഉത്തരം പറയണം. ഉത്തരം പറയാൻ കഴിയില്ല. CPM-ഉമായിട്ട് ചർച്ച നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. അതല്ലേ വലിയ ഇതായി വന്നത്. എത്ര ചർച്ചകൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കല്ലേ? എന്തിനേറെ പറയുന്നു, മണിപ്പൂരിൽ നമ്മുടെ സഹോദരങ്ങളെ വെട്ടി 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 കൊന്നും മൂലക്കലാക്കുമ്പോ പച്ച മനുഷ്യനെ കത്തിക്കുമ്പോ കേരളത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ കേട്ടോ, മുഴുവൻ ജനസമുദായത്തെയും സാമൂഹിക നേതാക്കളെയും മത നേതാക്കളെയും രാഷ്ട്രീയക്കാരെയും വിളിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് അതിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് PV അൻവറ. അതിലേക്ക് വന്നിട്ടില്ല. മൂപ്പര് വേറെ പോയി നടത്തി കുറെ ദിവസം കഴിഞ്ഞിട്ട്. അന്ന് CPM-ഓ LDF-ഓ തീരുമാനമെടുത്തിട്ടില്ല കേരളത്തിലൊട്ടാകെ പ്രതിഷേധം നടത്താൻ. അതിനും വന്നിട്ടില്ല. അപ്പൊ ആരോടാണ്? മനുഷ്യരോട് കടപ്പാടുണ്ടോ? മനുഷ്യ ജീവികളോട് കടപ്പാടുണ്ടോ? അപ്പോ ഒരാള് പിണറായി സത്തിന്റെ ഏറ്റവും വലിയ വക്താവ് മതത്തെ നിന്ദിക്കും, എന്തും ചെയ്യും. എന്താ കാരണം? VS പിണറായി പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങളെ കയ്യിലൊക്കെ എൻ്റെ വീഡിയോസ് ഉണ്ടല്ലോ. കൊറിയയിലെ മറ്റേ നേതാവ് ചെയ്തതുപോലെ ഏതൊരു ഉന്നുണ്ടല്ലോ, VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞാ ഈ പറയുന്ന സ്വരാജ്. എന്തിനു വേണ്ടിയാ? സ്വരാജിന് അങ്ങനെ അഭിപ്രായം ഒന്നും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഈ പിണറായിയെ സന്തോഷിപ്പിക്കാൻ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കേറി 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 ഇവിടെ എത്തിയത്. അത് നിലമ്പൂരിലെ ആ VS-നെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട സഖാക്കൾ അവിടെ ഉണ്ട്. ആ വന്ധ്യവയോധികനായ മനുഷ്യൻ അന്നും അദ്ദേഹം പോരാടി. എന്തിനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലെ പിണറായി വിജയൻ അടക്കമുള്ള മുതലാളിത്ത ചായ്വിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടാണ്. ആ പോരാടിയ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായ VS-നെ വെട്ടിക്കൂട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞവനാ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. VS-ന്റെ ആ പോരാട്ടം അന്ന് വിജയിച്ചിരുന്നെങ്കിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ മുതലാളിത്ത പാർട്ടിയായി മാറുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്നു അദ്ദേഹം അത് വളരെ വിദൂരത്ത് കണ്ടു. തടയപ്പെടേണ്ടതാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ വാസവൻ എന്താ പറയുന്നത്? അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം. അപ്പൊ അദാനി അവരുടെ പാർട്ട്ണറാകുന്ന മേഖലയിലേക്ക് ഈ പാർട്ടി സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പച്ച മനുഷ്യനായ
VS അച്യുതാനന്ദൻ അതിനത് എതിർത്തു. ആ എതിർത്തയിൽ ഇപ്പൊ എന്നും എന്താ പറയാ സൗകര്യം കിട്ടുന്ന ആളുകളെ കൂടെ ആളുണ്ടാവുള്ളൂ. ഇപ്പോഴും ആൾ നടക്കുന്നത് നാട്ടിൽ അങ്ങനെയാണ്. അപ്പോ പിണറായിയുടെ കൂടെ കൂടിയാൽ ബിരിയാണി തിന്ന, അച്യുതാനന്റെ ഒപ്പം കൂടിയാൽ എന്താണ്? കട്ടൻ ചായയും ഉണക്കമീനും കഞ്ഞിയാണ്. അപ്പൊ അദ്ദേഹം എന്ത് തീരുമാനിച്ചു? ബിരിയാണി കഴിക്കാൻ. ആ ബിരിയാണി കൂട്ടമാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ അടിത്തറ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഈ പറയുന്ന പിണറായിയും മരുമോനിസും കുടുംബാധിപത്യം. ഒരു പാർട്ടിയെ ചവിട്ടി താഴ്ത്തി കാൽക്കീഴിലാക്കി പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരെ നോക്കുകുത്തിയാക്കുകയാണ്. പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ലോകത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഉണ്ടാകില്ല, ആ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയുടെ നേതാവിനെ സാധാരണക്കാരായ സഖാക്കളുടെ കൂടിൽ നോക്കുകുത്തിയാക്കി ഈ പിണറായിയും മരുമോനും കൂടി ആ പാർട്ടി ഓഫീസ് AKG സെന്റർ ഉദ്ഘാടനം ചെയ്തിട്ട് 2 ആഴ്ചയെ കഴിഞ്ഞിട്ടുള്ളൂ. ഈ സഖാക്കൾ ഇത് സഹിക്കുവോ? അതല്ലേ ഞാൻ പറയുന്ന കുടുംബാധിപത്യം. അതിന് എന്നെ കൊല്ലാൻ വന്നിട്ട് കാര്യമുണ്ടോ? ഈ സഖാക്കൾക്ക് വേണ്ടിയാ പറഞ്ഞത്. ഞാൻ ഇന്ന് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച്, സഖാക്കളെ കുറിച്ച് ഒരക്ഷരം എനിക്കെതിരെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടില്ല. പാവപ്പെട്ടവരാ, പ്രിയപ്പെട്ട സഖാക്കളെ എന്ന് പറയാതെ ഞാൻ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കാറില്ല, അന്നും ഇന്നും. അത് നിലമ്പൂരിലെ ജനങ്ങൾ കാണാതിരിക്കുവോ? അപ്പൊ 2 പിണറായികൾ, ഒന്ന് മുഖം മൂടി അണഞ്ഞ പിണറായി, ഒന്ന് മുഖം തെളിച്ചു വെച്ച് പിണറായിക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തുന്ന മറ്റൊരു പിണറായി. സ്വരാജല്ല മത്സരിക്കുന്നത്, പച്ചയായ പിണറായിയാണ് മത്സരിക്കുന്നത്. അതിന്റെ നേരെ പിന്നിൽ അതിന്റെ നിഴലാണ്. അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടേ പോവുള്ളൂ. ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ അവസാനിപ്പിച്ച് പോകുന്ന പ്രശ്നമില്ല. കാരണം പ്രശ്നങ്ങൾ തീരട്ടെ എന്ന നിലക്കാണ് എൻ്റെ പാർട്ടിയുടെയും എൻ്റെ വിഷമവും എൻ്റെ വികാരവും ഇന്നലെ പറഞ്ഞു പോയത്. ഇന്ന് ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾക്ക് ന്യായമായ എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം പറയും. 1-2 കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, പിന്നെ നമുക്ക് സംസാരിക്കാം. മറ്റൊരു കാര്യം, ഇതില് UDF ഘടകകക്ഷിയാക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഞാൻ മുമ്പും പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കമ്പ്യൂട്ടറും ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള ഒരു പാർട്ടി ഇതിലെ ഘടകകക്ഷിയാണ്, കേരള പ്രവാസി അസോസിയേഷൻ. ആർക്കും അറിയില്ല. ജനങ്ങളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി PV അൻവറിനെ എന്താ പറയുക, മാമോദീസ മുക്കിയിട്ട് കയറ്റണമെന്ന് പറയുന്ന ആ ബഹുമാനപ്പെട്ട ചെയർമാനോട് ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. അതായത് JSS 2016 UDF വിട്ട് തിരിച്ച് BJP തീർന്നു. BJPയിൽ JSS നമ്മളെ പഴയ ഗൗരിയമ്മന്റെ പാർട്ടിയാന്ന് തോന്നുന്നു. 2017 രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ സമയത്ത് UDF എടുക്കാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു. ഈ ഇരിക്കുന്ന ചെയർമാന്റെ റെക്കമെൻഡേഷൻ, ഇപ്പം ഇരിക്കുന്ന UDF ചെയർമാന്റെ റെക്കമെൻഡേഷനിൽ അവരെ തിരിച്ചെടുത്തു. 2 ദിവസം കേട്ടോ. അപ്പൊ ഇനി ഞാൻ BJPയിൽ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം സ്വാഗതം ചെയ്യുമായിരിക്കാം. ഇതാണ് എന്താ പറയാ നിലപാട് എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അവസാനിപ്പിക്കുന്നു. കാരണം നീ ഇപ്പൊ ഈ കാര്യങ്ങൾ ഈ കോലത്തിൽ പറയാൻ കഴിയോ? നിങ്ങൾ ഈ മൈക്കും കൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ യഥാർത്ഥ വിഷയത്തിലേക്ക് കിടക്കുക. ഈ പറയുന്ന ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും ഇതെല്ലാം അവസാനിച്ചിട്ട് ഞങ്ങളൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല. വാതിലടച്ചു കഴിഞ്ഞു. UDFന്റെ ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്നുകൊണ്ട് സഹായിച്ചാൽ പോലും പിണറായിസം വിജയിക്കാൻ പോകുന്നില്ല. അവിടെ ഈ പറയുന്ന UDFനെ പിണറായിസത്തിനെതിരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയില്ല. ഞാൻ ജയിക്കുവോ അല്ലെങ്കിൽ LDF ജയിക്കുവോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. നമുക്കത് കാണാം. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ആ വണ്ടിയിൽ കയറി നിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ച് പിണറായിസം അവസാനിപ്പിച്ച് ഞങ്ങളുടെ പാർട്ടിയും ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സ്നേഹപൂർവ്വം കാതോർക്കുന്ന ഈ അക്രമ രാഷ്ട്രീയം, ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന ബോധ്യം കൊണ്ട് പിണറായിസത്തിന് കേരളത്തിൽ ഇത്ര വോട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ എന്താ പറയുക ഇതിലേക്ക് കിടക്കുകയാണ്. എന്താ പറയുക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കിടക്കുകയാണ്, ഇലക്ഷനിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ട് അത് പറയുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട ചില വിഷമങ്ങളുണ്ട്. ഞങ്ങൾക്ക് പിന്തുണ നൽകിയ UDFന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ എല്ലാവരോടും അങ്ങേയറ്റത്തെ കടപ്പാടുണ്ട്. ഇന്നലെ രാത്രി പോലും ഈ വിഷയത്തിൽ ഇടപെട്ട
മക്കത്ത് ഹജ്ജിന് പോയ പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് ക്ഷമയോദിക്കുകയാണ്. നിങ്ങളോടുള്ള കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാരായ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, ഈ പറയുന്ന കെ മുരളീധരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയിട്ട് പേര് പറഞ്ഞതും അറിയാത്തതുമായ നേതാക്കന്മാർ, KPCCയുടെ പ്രസിഡന്റ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സണ്ണിച്ചായൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് LDFിൻ്റെ കൺവീനർ VV പ്രകാശ്, അടൂർ പ്രകാശ്, UDF കൺവീനർ. തെറ്റും യാതൊരു നിവൃത്തിയില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാവരോടും അവർ നടത്തിയ പരിശ്രമങ്ങൾക്ക് നന്ദി പറയാണ്. ഇന്ന് വരെ ഇതിനോടൊപ്പം നിന്ന കേരളത്തിലെ UDFിൻ്റെ മുഴുവൻ പ്രവർത്തകർക്ക്, സാമൂഹിക നേതാക്കന്മാർക്ക്, സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാവരോടും ക്ഷമയോദിക്കുന്നു. നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിന് കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാ കാര്യവും ആലോചിച്ചാണ് തീരുമാനിച്ചതെന്ന്. ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം. നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം 2:30 മണിക്ക് ചെന്നൈയിൽ നിന്ന് എന്നെ ഫോണിൽ വിളിക്കുക. നീ എവിടെ ഉണ്ടടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതായാലുണ്ട് സുധാകരേട്ട, വീട്ടിലുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കാണാം, എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് ആ വിഷയങ്ങളൊന്ന് തീർക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്ക് 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു. അങ്ങനെ അദ്ദേഹം 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഞാൻ വിളിക്കുന്നു. അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും, നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് എന്താണ് നിങ്ങളെ വിശദമായ ഉദ്ദേശം ചോദിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയ ചർച്ച ഇതാ പ്രഖ്യാപിക്കാൻ പോകണല്ലോ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകരേട്ടാന്ന് പറഞ്ഞു. ഏയ് അതൊന്നും ഉണ്ടാവില്ല, ഞാൻ അറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, ഞാനൊരു AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് വരെ അതൊന്നും അവർ ചെയ്യില്ലടാ. അത് പത്രം വാർത്തകൾ TV നീ നോക്കണ്ട, നീ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് തീർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും അവർ പ്രഖ്യാപിച്ചു. അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല. അപ്പൊ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചെടുത്തു, പ്രഖ്യാപിച്ചല്ലോ എന്നാണ്. അദ്ദേഹം തരിച്ചിങ്ങനെ നിന്നു. ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എൻ്റെ വിഷമം പറഞ്ഞു. എത്ര കാലമായി കോൺഗ്രസിന് വേണ്ടി കൈലുത്തുന്നു. ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ്, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ, ഏകദേശം പിണറായിന്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. 80 വയസ്സ് കിടക്കുക. അതിൻ്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമ്പോൾ, ഹലോ സുരേട്ടാ ഞങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറഞ്ഞോ, ചോദിച്ചോ. എന്ത് മര്യാദയാണ് ഈ VD സതീശനിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ സുധാകരേട്ടനോട്. അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല. നിങ്ങൾ ചോദിക്കൂ. അപ്പൊ ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം? ഇതാണ് ഇതിന്റെ വസ്തുത. അതായത് ഈ പറയുന്ന VD സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും, പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത MLA മാർ, ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ, AK ആന്റണി സാർ ഉൾപ്പെടെ, സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിന്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും, ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ, പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടലിനെ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി
UDFന്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിന്റെ അക്രമം, തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെന്റിന്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല. പ്രയാസത്തിലാണ്. ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെന്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിന്റെ പേരിൽ ആ ഗവൺമെന്റിൽ നിന്ന് ഇറങ്ങി വന്നവനാ ഞാൻ. ഇവിടെയാണ് എന്നെ കത്രിക പൂട്ടിട്ട് പൂട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം, 9 വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം, ദുരന്തങ്ങളിൽ, ദുരിതങ്ങളിൽ, ആശുപത്രിയിലെ പ്രയാസം, എല്ലാത്തിലും ഒരു MLAക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി, AC ബേക്കറി കയറി. ഞാൻ നിലമ്പൂരിൽ ചായ കുടിക്കാറില്ല, പൊതുവിൽ ഞാൻ കുടിക്കാറില്ല. അവിടുത്തെ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവൻ്റെ അടുത്ത് നിന്ന് ഒരു ബുൾസൈ, ഒരു കട്ടൻ ചായയും വാങ്ങിയാൽ അവന് 100 റുപ്യ കിട്ടുമല്ലോ. ആ ഉദ്ദേശത്തിൽ നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായിയാണ്, ഒരു ഭാഗത്ത് സതീശനാണ്, ഒരു ഭാഗത്ത് RSS ആണ്. ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ്. ഞാൻ ഈ 2026 തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജയിച്ചിരിക്കും. അല്ല, ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല. ഞാനുണ്ടാകുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. എൻ്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എൻ്റെയും തീരുമാനം. കാരണം പരിശുദ്ധ ഖുർആനിൽ ഒരു വാചകമുണ്ട്, നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും, വീടിൻ്റെ അകത്ത് വാതിലടച്ചിരുന്നാലും, നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം, അത് കുറിക്കപ്പെട്ട സമയമാണ്. അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല. അത് നടപ്പിലാക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല. ഞാൻ എൻ്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ? അതാണോ രാഷ്ട്രീയം? അതല്ല. ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ MLAയും എൻ്റെ പദവികളും എൻ്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച്, എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്ത് 97 MLAമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട്. അപ്പുറത്ത് 43-42 MLAമാരും MP മാരും. ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും. എൻ്റെ കൂടെ വരാൻ ഒരാളില്ല, മൂന്നാമതൊരാൾ ഇതിലേക്ക് വരാനില്ല. ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ, പാവപ്പെട്ട സ്ത്രീകൾ. ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം, മയക്കുമരുന്നാണ്. ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെൻറ്റാണ്. മയക്കുമരുന്നിനെതിരെ പറയുമ്പോൾ പറയും മുഖ്യമന്ത്രി രാസലഹരി. മദ്യം ഒഴുക്കുകയാണ്. മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു. KSRTC ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. അമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് വീടിൻ്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കണം LDF UDF എന്ന്. ഇപ്പൊ കുറെ നാടകം നടന്നു, കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തു പോകുന്നില്ല. 317 ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു. ഭൂരിപക്ഷം സ്ത്രീകളാ, സഹോദരിമാരാ, അമ്മമാരാണ്, ഭാര്യമാരാണ്. അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും. അതിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനല്ല സ്ഥാനാർത്ഥി.
ഞാനല്ല സ്ഥാനാർത്ഥി, നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ പാവപ്പെട്ട ഈ പീഡനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയോര കർഷകർ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളി വിഭാഗത്തിനും സാധാരണക്കാരായ കർഷകർക്കും സമർപ്പിക്കുന്നതോടൊപ്പം രാജ്യത്ത് ഈ പെഹൽഗാമിൽ പാകിസ്ഥാനെതിരെ പോരാടി ഈ നാടിനെ രക്ഷപ്പെടുത്തിയ ധീര ജവാന്മാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം ഈ ഇന്ത്യയിലെ അതിന് പിന്തുണ നൽകിയ മുഴുവൻ ജനങ്ങൾക്കും ഈ ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും പിന്തുണ നൽകിക്കൊണ്ടും ഇനിയും ഇത്തരത്തിലുള്ള ഭീഷണികൾ നേരിടാൻ കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി, നീ നിലമ്പൂരിലെ 2,30,000 ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പൊ എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. പൊന്നാര മാഷെ ആവർത്തിച്ച് പറഞ്ഞല്ലോ, ഞാൻ കൂടെ നിന്നാൽ പോലും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ കഴിയില്ല. 1. നമ്പർ 1, അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പരാജയത്തോട് കൂടിയിട്ട് പിണറായിസും അവസാനിപ്പിച്ചു, ആന്റി ഇൻകംബൻസി അവസാനിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് നേടുന്ന വോട്ടാണ് കൃത്യമായ ആന്റി പിണറായി വോട്ട്. ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിലെ പാവപ്പെട്ട ജനങ്ങളെ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന്. അത് ആ നാട്ടിലെ പാവപ്പെട്ട വോട്ടർമാരാണ്. ആ വോട്ട് നേടി ഈ പറയുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഒരു ഭാഗത്ത് പിണറായിയുടെ നേരെ നിൽക്കുന്ന പിണറായിസത്തിന്റെ വക്താവും മറുഭാഗത്ത് പിണറായിക്ക് പിന്നിൽ ഒളിഞ്ഞു നിന്ന് ഈ സമൂഹത്തെ മുഴുവൻ ചതിക്കാൻ നിൽക്കുന്ന ഒളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ പിണറായിയും തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ ജനങ്ങൾക്കാണ് വിജയം. ആ വിജയം അവിടെ ഉണ്ടാകും. ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങൾ വിജയം നേടും. അത് ഞങ്ങൾ ഫൈനൽ ഡിസ്കഷനിലാണ്. അല്ല, അതിന് നിങ്ങൾ ഭയപ്പെടണ്ട. എൻ്റെ രാഷ്ട്രീയ ഭാവി എന്നെ ആക്കിയത് നിലമ്പൂരിലെ ജനങ്ങളാണല്ലോ. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി ഒരു പിടുത്തവും ഇല്ലാതെ നടന്ന എന്നെ കേരളത്തിലെ നിയമസഭയിലേക്ക് പറഞ്ഞയച്ചത് നിലമ്പൂരിലെ ജനങ്ങളാണ്. ആ ജനങ്ങൾ എന്നെ കൈവിടുമെന്ന ഒരു വിശ്വാസവും എനിക്കില്ല. അവരിൽ തന്നെയാണ് ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്. അത് പറഞ്ഞല്ലോ, പിണറായി വിജയന്റെ പിന്നിൽ നേരെ നിൽക്കുന്നത് വി ഡി സതീശൻ, അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഷൗക്കത്ത്. പിണറായിസത്തിനെതിരെ ഒരു വാക്ക് പറയാത്തവനാണ് ഈ സ്ഥാനാർത്ഥി എന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞല്ലോ. പിന്നെ എന്താ തർക്കത്തില്? അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം ഇതിൽ നിന്ന് മാറിയുന്നത്. അങ്ങനെ എത്രയോ ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിന് പോലും തയ്യാറില്ലാതെ മാറി നിന്നൊരു കുടിയേറ്റ കർഷകനെ ഈ വിഷയങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരാനാണ് ഞാൻ പറയുന്നത്. ഇപ്പം അതും അടഞ്ഞു, കുടിയേറ്റ കർഷകരും ഇല്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഈ പറയുന്ന UDF സ്ഥാനാർത്ഥി കുടിയേറ്റ കർഷകനാണോ? ഈ പറയുന്ന അപ്പുറത്ത് നിൽക്കുന്ന LDFന്റെ ഈ പിണറായിസത്തിന്റെ വക്താവായ സ്വരാജ് കുടിയേറ്റ കർഷകൻ. അപ്പൊ ആരും പരിഗണിച്ചിട്ടില്ല. പൂർണ്ണമായിട്ടും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞാൻ മുന്നോട്ട് പോകും. ഇത് നമ്മളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ തട്ടിയ തീരൂലേ അല്ലേ? ഇതല്ലേ ഇപ്പൊ മനുഷ്യന്റെ കാര്യമുള്ളൂ. അല്ല ഞാൻ പറയട്ടെ, അത്രയല്ലേ ഉള്ളൂ. മനുഷ്യന്റെ ഒരു ജീവന് പോലും അത്രേ ഉള്ളൂ.
പിന്നെ പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ അർത്ഥമുള്ളത്? ഈ വാതിൽ അടച്ച സ്ഥിതിക്ക് എന്റെ പൊന്നനുമോദേ, ഇനി എന്ത് മാർഗം? തട്ട് പൊളിച്ചിറങ്ങാൻ പറ്റുമോ? പൈസ വന്നുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞിട്ടാ വന്നു. ഇഷ്ടം പോലെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഇവിടെ ജീപ്പ് ഏറ്റവരുണ്ട്, അനൗൺസ്മെന്റ് വണ്ടി ഏറ്റവരുണ്ട്, പോസ്റ്റർ ഏറ്റവരുണ്ട്, ഹോർഡിങ് ഏറ്റവരുണ്ട്. ഈ ഇപ്പൊ വേങ്ങരയിലെ ഒരു പാവപ്പെട്ട 5 സെന്റുകാരൻ എന്തോ ഒരു വീട് ആധാരമായിട്ട് ഇന്നലെ വന്ന പാവപ്പെട്ടവരുണ്ട്. ഞങ്ങളുടെ പൈസ ഇല്ലതാ അനൂറാക്ക, ഈ ആധാരം കൊണ്ടയച്ചോളി. ഇത് കൊടുത്താൽ 25,000 50,000 കിട്ടും. ഈ സർക്കാർ ബാങ്ക്, സഹകരണ ബാങ്ക് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പം പട്ടിണി കടന്നാണ് ജനങ്ങൾ പോരാടും. മനസ്സിലായില്ലേ? ഇനി ഈ പറയുന്ന സതീശന്റെ കാല് നക്കി മുന്നോട്ട് പോകാൻ ഞാനില്ല. ഞാൻ ദൈവം നിശ്ചയിച്ചത് ഈ ദൈവം നിശ്ചയിച്ചത് പോരാടി മരിക്കാനാണ് എൻ്റെ തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ആ പോരാടി മരിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ എനിക്കൊരു ഭയമില്ല. ആയിക്കോട്ടെ, അപ്പോഴും പിണറായി സത്തിന്റെ വോട്ട് വിടണ്ടല്ലോ. ഈ പിണറായി സത്തിന്റെ വോട്ടും UDF-ന്റെ വോട്ടും കൂടി കൂട്ടുമ്പോൾ ഒന്നും കൂടെ മുന്നോട്ട് പോയി. അപ്പോഴും പിണറായി സത്തിനെതിരല്ല, പിണറായിയുടെ വക്താവായി നിൽക്കുന്ന 2 ആൾക്കാർ. അപ്പൊ ഈ കാര്യങ്ങൾ വിശദീകരിക്കപ്പെട്ടു ജനങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അദ്ദേഹം വിജയിച്ചാലും പിണറായി സത്തിനെതിരെ വോട്ട് വിടണ്ടല്ലോ. അതിനെന്താ തർക്കം? പൊളിറ്റിക്കൽ വോട്ട് അദ്ദേഹത്തിന് പോയി, അദ്ദേഹം ജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഒരു സാധ്യതയില്ല. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. അപ്പോഴും പിണറായി സത്തിനെതിരെ വ്യക്തമായ വോട്ട് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കൃത്യമായി എണ്ണ ഉണ്ടാവുമല്ലോ. അത്രേ ഉള്ളൂ ഇതില്. എങ്ങനെ? എല്ലാം നാളെ വൈകിട്ട് പറയും ആ കാര്യത്തില്. ഞങ്ങൾ എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി ഇപ്പൊ 1 മണിക്കൂർ മുമ്പാണല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനില്ല എന്ന് പറഞ്ഞ് മാറിയെന്നല്ലേ? തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇപ്പൊ ഉണ്ടായ ഈ 1.5 മണിക്കൂറിലുണ്ടായ ട്വിസ്റ്റാണ്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിക്കും. പ്രചരണം ഇതന്നെ പോലെ. ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ്, പിണറായിസത്തോടൊപ്പമുള്ള പൊളിറ്റിക്കൽ നെക്സസ് ആയിട്ടുള്ള ഈ പറയുന്ന സ്വരാജിന്റെ രാഷ്ട്രീയവും ഈ പറയുന്ന ഷൗക്കത്തിന്റെയും ഈ പറയുന്ന എന്താ പറയാ VD സതീശന്റെയും ഈ നെക്സസ് പൊളിറ്റിക്സ് അതായിരിക്കും തെരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയം. നെക്സസ് പൊളിറ്റിക്സ്. ഈ 2 വ്യക്തികളും പിണറായിസവും BJPയും RSSും തമ്മിലുള്ള ആ നെക്സസ് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. മനസ്സിലായില്ലേ? പറവൂരിൽ അദ്ദേഹം വിജയിക്കാൻ പോകുന്നില്ല പിണറായി വിജയന്റെ സഹായമില്ലാതെ. പറവൂരിൽ ആരെ സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന് കഴിഞ്ഞ 4-5 ടേമായിട്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അവിടെ CPIന്റെ ഏതോ ഒരു അന്തമിട്ട സാധു നിൽക്കും. വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് പിണറായി വിവരം കൊടുത്തിരിക്കുന്നു. അതിശക്തനായ സ്ഥാനാർത്ഥി പറവൂരിലുണ്ടാവും. അവൻ നിയമസഭ കാണൂല അൻവറിനെ സൈഡാക്കിയിട്ടില്ലെങ്കിൽ. വെരി ക്ലിയർ. ആ ഒരൊറ്റ സ്ഥാനത്തിന് വേണ്ടിയാണ് ഈ പിണറായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ നിലപാട് VD സതീശൻ ഒളിഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ചർച്ച ചെയ്യട്ടെന്ന്. വലിയൊരു വിഭാഗം അനുകൂലമായിട്ട് നിന്നിട്ടും പ്രതിപക്ഷ നേതാവിന് ഇത്രയും ഒരു പവർ എങ്ങനെ വന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പിണറായിന്റെ പവർ അല്ലാതെന്താ? പിണറായിന്റെ പവർ അല്ലാതെന്താ? എന്ത് പവറാണുള്ളത്? പിന്നെ അദ്ദേഹത്തിന് വേറെ ചിലർ വോട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ BJP എങ്ങോട്ടോ പോണ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ചില ഇക്വേഷൻസ് പോകുന്നുണ്ട്. ഞാൻ ജനങ്ങളോട് പറയുമ്പോൾ ഒരു അടിസ്ഥാനമില്ലാതെ ഇക്വേഷൻസ് ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. എന്നെ തോൽപ്പിക്കാനുള്ള വോട്ട് അദ്ദേഹത്തിന് ഇനി ആരാ കൊടുക്കുക എന്ന് പറഞ്ഞത് കൂടി നമുക്ക് ഇത് അറിയണല്ലോ. പ്രഖ്യാപിച്ചോ? ആരാ പ്രഖ്യാപിച്ചത്? സ്റ്റേറ്റ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. അതൊക്കെ എനിക്കറിയാം. അതത്തെ കുറിച്ച് ഞാൻ പറയണ്ട. നിങ്ങൾ അവിടെ പോയിട്ട് ആ ക്രിസ്ത്യൻ സമുദായത്തിൽ അന്വേഷിച്ചാൽ മതി. അതിപ്പോ എല്ലാവർക്കും അറിയാലോ. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടപ്പ അവസാനമായിട്ട് ഈ സാധാരണ മനുഷ്യന് വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനത്തെ വൈക്കോൽ തുരുമ്പും പിടിച്ചു നോക്കുക. ഈ പിണറായി സത്തെ അദ്ദേഹത്തിന്റെ ഇരയല്ലേ? എത്ര കേസുകളിലാണ് അദ്ദേഹം, എത്ര ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുള്ളത്? ഈ പറയുന്ന, ഞാൻ പറയുന്നില്ല, എൻ്റെ വായിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് വേദന ഉണ്ടാവും, രാഹുലിന് വേദന ഉണ്ടാവും. നമ്പർ 1 ഇര, എന്നെക്കാളും ഇരയാക്കപ്പെട്ടവനാ രാഹുല്. അപ്പൊ അദ്ദേഹത്തെ തീർക്കാൻ നോക്കൂലേ?
അതിനെ ഞാൻ ശാസിക്കാൻ കഴിയും, അദ്ദേഹത്തെ എന്താ പറയാ നിഷ്കാസനം ചെയ്യാനും കഴിയും. ഹിറ്റ്ലർ അങ്ങനെയായിരുന്നല്ലോ, തനിക്കെതിരെ നോക്കുന്നവരെ മുഴുവൻ നിഷ്കാസനം ചെയ്തല്ലേ പോയത്. രാഹുലിനെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയേക്കാം ഞാൻ ഈ പറഞ്ഞ സംഘം. രാഹുൽ വ്യക്തിപരമായ കാര്യങ്ങൾ രാഷ്ട്രീയമായി സ്വകാര്യമായി പറഞ്ഞ കാര്യം ഞാൻ എങ്ങനെ ഇവിടെ പറയാം? അതിന്റെ കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഒരു രീതികൾ തന്നെ നിങ്ങൾ നോക്കൂ. ഞാനീ പറഞ്ഞതാണല്ലോ, അദ്ദേഹം പിണറായി സത്തിനെതിരെ എന്താ മിണ്ടാത്തത്, പോലീസിനെതിരെ എന്താ മിണ്ടാത്തത്, ഇവിടുത്തെ ഈ ചെയ്തികൾക്കെതിരെ എന്താ അദ്ദേഹം മിണ്ടാത്തത്? അതന്നെയല്ലേ എന്റെ തെളിവ്. അപ്പൊ എത്ര കാലമായി ബഹുമാനപ്പെട്ട SNDP സെക്രട്ടറി വന്ന് ഈ മോശപ്പെട്ട, എനിക്ക് SNDP ജനറൽ സെക്രട്ടറി നടേശൻ സാറ് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാ. അദ്ദേഹത്തിന്റെ വായ കൊണ്ട് മനസ്സുകൊണ്ട് അതല്ല പറഞ്ഞത്. അദ്ദേഹത്തെ പറയിപ്പിക്കാൻ പിണറായി ഇടപെട്ടിട്ട് ചുങ്കത്ര വന്ന അതാണ് അദ്ദേഹം പറഞ്ഞിട്ട് മുറുകാതിരുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഇത് പോയി അവിടെ പറഞ്ഞുകൊണ്ട് പോന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റ് എന്ന് പറഞ്ഞ ആ കോൺട്രാക്ട് നിർബന്ധിതാവസ്ഥയിൽ അതാണ് അവിടുത്തെ സ്ഥിതി. അദ്ദേഹത്തിനെതിരെ ഹൈന്ദവ സമൂഹം ഒന്നടങ്കം, കേരളത്തിലും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാൻ വായ തുറക്കാത്തവനാ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്ത്. അപ്പൊ എവിടുന്നൊക്കെയാ വോട്ട് ചാടിക്കാൻ നോക്കുന്നത്? ആരൊക്കെയാ പറ്റിക്കാൻ നോക്കുന്നത്? വഞ്ചന നടത്തുകയല്ലേ, ഒരു രാഷ്ട്രീയ നിലപാടും ഇല്ലാതെ. അത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. ഞാൻ ജനകീയ കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഒന്നും പറയാനില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, അതൊക്കെ നമുക്ക് കാണാന്നേ. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചെന്ന് പറയുന്നു. ഈ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിന് നേതൃത്വം പാലക്കാട് സാദിഖ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടിയടക്കം മറ്റ് ഘടകകക്ഷികളടക്കം പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നു. VD സതീഷിനൊഴികെ പുറത്തുനിന്നുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷികളും പിന്തുണച്ചിട്ടും പിന്നീട് VD സതീശൻ തീരുമാനിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ UDF നടപ്പിലാവുന്നത്. ഒരാൾക്കും UDF ഒരു അധികാരമില്ല. ലീഗ് വോയിസ് ഇല്ലാന്ന് നിങ്ങൾ പറയണ്ട, ഇതിന് അതിശക്തമായ വോയിസ് ഉണ്ട്. ലീഗ് നേതൃത്വത്തിന്റെ അങ്ങേയറ്റത്തുള്ള ശ്രമങ്ങളും അവരുടെ മാന്യതകളും അവരുണ്ടാക്കിയില്ല. നാടൻ ചൊല്ലുണ്ട്, ആമാന്റെ ആവർത്തി തന്നെ ഉണ്ടാൻ പറ്റില്ല. അതാണ് UDF സംവിധാനമല്ലേ. നമ്മുടെ വാക്കുകൾ എന്തെങ്കിലും ലീഗ് ലീഡർഷിപ്പിന്റെ ഗുണമായാൽ അതുകൊണ്ട് ക്ഷീണമുണ്ടാകരുത് എന്ന് അവർ കാണുന്ന അവരുടെ വിശാല അർത്ഥത്തിലുള്ള മനസ്സല്ലേ. ഈ KMCC ഉത്തരവാദിത്തപ്പെട്ട ഇവരെയൊക്കെ സഹായിക്കുന്ന എത്ര ആളുകൾ ലീഡർഷിപ്പിൽ ഇടപെട്ടിട്ട് എങ്ങനെയെങ്കിലും ശിക്ഷ ചെയ്യണമെന്ന് എന്നെത്ര ആൾ തീരുമാനിച്ചുകൊണ്ട് ആ KMCCയുടെ പ്രവർത്തകരോട് കുറ്റമല്ലേ ഈ പറയുന്ന സ്ഥാനാർത്ഥിക്ക്? ഫണ്ട് കിട്ടാനുള്ള ഫാക്ടറിയാണെന്നാ പണ്ട് പറഞ്ഞത്. KMCC ഫണ്ട് അടിച്ചെടുക്കുന്ന ഫാക്ടറി. ആ KMCCക്കാരൊക്കെ അത് കാണുന്നുണ്ടല്ലോ. ഈ നാട്ടിൽ 100 വീടാ ലീഗ് വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഈ പറയുന്ന വ്യക്തി എന്താ ഉണ്ടാക്കി കൊടുത്തത്? നിലമ്പൂരിലെ 19 പ്രളയത്തിൽ എന്റെ പിന്നാലെ പറഞ്ഞിട്ട് പാരവെക്കാൻ നടക്കുക, മനുഷ്യന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോൾ. ഇതൊക്കെ അവിടുത്തെ ആളുകൾക്ക് അറിയില്ലേ? സതീശൻ അതിന്റെ നേതൃത്വത്തിൽ ഇതിനെ കൊല്ലാൻ നിങ്ങൾ വീടിന്റെ പുറകിലെടുത്ത് കത്തിയൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ വാതിലും അടച്ചിട്ട് എന്താ കട്ടിന് അടി പോയി ഒഴിക്കില്ല. ഞാൻ പോയിട്ട് അവിടെ ഇങ്ങനെ കഴുത്ത് വെച്ച് കൊടുക്കാം. ഒരിക്കലുമില്ല. സതീശൻ ആ നേതൃത്വ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ EMC എന്നല്ല പലരും പ്രതികരിക്കാൻ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ മാണി വിഭാഗം ഉൾപ്പെടെയുള്ള ഒരു വലിയ വിഭാഗം ഈ CPM-ന്റെ ഈ ഗവൺമെന്റിന്റെ പല നിലപാടിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. ഇവരൊക്കെ അത് കാണില്ലേ? ഇതെന്റെ അവസ്ഥ, ഈ രംഗത്തുണ്ടായ അവസ്ഥ കാണില്ലേ? ആരാധനയ്ക്ക് വരാൻ നിൽക്കുന്നത്? ഇതാണ് സ്ഥിതി. എന്റെ കൂടെ എത്ര പേര് വരാൻ നിന്നിരുന്നു? ഇടുക്കിയിലെ രാജേന്ദ്രൻ MLA അടക്കം പലരും വരാമെന്നല്ല. അപ്പൊ അവരൊക്കെ പറഞ്ഞതാ, നിങ്ങൾ പോയി നിങ്ങളാദ്യം ഒന്ന് അതിൻ്റെ അകത്തൊന്ന് ഇരുന്ന് ഞങ്ങളൊന്ന് കാണട്ടെ, ഞങ്ങൾ ഒരുപാട് ചിന്തിക്കാൻ പറ്റുമോ, ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര CPM-ന്റെ നേതാക്കന്മാർ ഈ സംസ്ഥാനത്തുണ്ട്?
ഈ നിലപാട് കൊണ്ടല്ലേ ഈ വഞ്ചനാപരമായ നിലപാട്. ആ സത്യത്തിൽ അന്ന് ഇടയ്ക്കറിഞ്ഞെ തെറ്റിയത് പറ്റില്ല. നമ്മളൊരു മനുഷ്യനെ തെറ്റിപ്പിടിക്കണമെങ്കിൽ ഹൃദയത്തിൽ കൊടുക്കണേ എന്നെ കൊണ്ട് ചിരിക്കാൻ പോയില്ല. എനിക്ക് ഈ വഞ്ചന രാഷ്ട്രീയം എനിക്ക് അറിയില്ല. അപ്പൊ സ്വാഭാവികമായി നമ്മൾ എന്താ വിചാരിക്കുക, ഇതൊക്കെ മറ്റെന്താ രാഷ്ട്രാധികാരം മരണം അറിയില്ല, അറിയില്ല. അപ്പോ ഇങ്ങനെയുണ്ട് വെച്ചാൽ ഞങ്ങൾ ആലോചിക്കട്ടെ. ഇനി ഒന്നുമില്ല ജനങ്ങളിലേക്ക്. ഞാൻ നാളെ നോമിനേഷൻ കൊടുത്തിട്ട് ആ ജനങ്ങളുടെ ഡീലുണ്ടാവും. മത്സരിക്കണ ആഗ്രഹം അത് പിന്നെ അല്ല അവിടെ ഇരുന്നപ്പോൾ എന്താണ് നിൽക്കുന്നത്? അല്ല അവിടെ ഇരുന്നപ്പോൾ എന്തിനാ രാജിവെക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറാകുമ്പോൾ ആയുധങ്ങളൊന്നും തയ്യാറാക്കി വെക്കില്ല. അല്ല യുദ്ധം നടക്കുമ്പോൾ നീ അങ്ങാടി പോയിട്ട് ആ സാധനം വാങ്ങിക്കൊണ്ടാൽ അത്ര വിദ്യൊന്നും തന്നെയാണ്. ഓക്കെ. Anwar Zindabad! Anwar Zindabad! Anwar Zindabad!